നമസ്കാരം. നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ വർഷവും കൃത്യമായി നമ്മൾ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കാറുമുണ്ട്. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പൊതുവിൽ നമ്മൾ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റുമാരെടുത്തുനിന്നോ അല്ലെങ്കിൽ ഓൺലൈനായി സ്വന്തമായിട്ടോ പുതുക്കാറാണ് ചെയ്യുന്നത്. ഈ രണ്ട് രീതിയിൽ പുതുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. വാഹനങ്ങളുടെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഫുൾ ആയിക്കോട്ടെ, ബമ്പർ ടു ബമ്പർ ആയിക്കോട്ടെ, PA കവറേജ്, അതായത് പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് എന്ന് പറയുന്ന ആഡ് ഓൺ ഉൾപ്പെടെ മാത്രമേ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാവുള്ളൂ. ഇൻഷുറൻസ് ഏജന്റിന്റെ അടുത്ത് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ ചോദിച്ച് വാങ്ങുക. PA കവറേജ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മുടെ വാഹനം അപകടത്തിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 15 ലക്ഷം രൂപയുടെ ധനസഹായം ലഭിക്കുന്നതായിരിക്കും. ഹെവി കാഷ്വാലിറ്റി ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള എമൗണ്ട് നമ്മുടെ വീട്ടിൽ ധനസഹായമായിട്ട് ലഭിക്കുന്നതായിരിക്കും. മിക്ക ഓൺലൈൻ ഇൻഷുറൻസ് കമ്പനികളും ഈ ഒരു ആഡ് ഓൺ വന്നിട്ട് ഓപ്ഷണൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സെലക്ട് ചെയ്യാനായിട്ട് കസ്റ്റമറിനുള്ള അവയർനെസ് അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഓൺലൈനായി പുതുക്കുന്നവർ പ്രത്യേകിച്ച് ഈ ആഡ് ഓൺ സെലക്ട് ചെയ്ത് തന്നെ ഇൻഷുറൻസ് എടുക്കുക.